വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നായത്തൊടൽ പരിശുദ്ധ ഇസ്ലാമിൽ ഹറാമുമല്ല. അതുപോലെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ മദ്രസയിലും ഒക്കെ പഠിച്ചത് അങ്ങനെയല്ലല്ലേ, നായത്തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നും ആണല്ലോ പഠിച്ചത് എന്ന് പറയും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ആധികാരികമായി തന്നെയാണ് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. നായിയെ തൊടുക എന്നുള്ളത് പരിശുദ്ധമായ ദീനിൽ ഹറാമാക്കിയ കാര്യമൊന്നുമല്ല. നായെന്ന് പറയുമ്പോൾ തന്നെ ഒരു നികൃഷ്ട ജീവിയായി നാമൊക്കെ പലരും കാണാറുണ്ട്. നാളെ പരലോകത്ത് നമ്മെക്കാൾ ഏറ്റവും ഉയർന്ന ജീവിയാണ് അത്. നായയോട് ചോദിക്കും, നിന്നെ നായായി പഠിച്ചതിൽ നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടോന്ന്? അതെ, വിഷമുണ്ട്, മുഗല്ലദായ നജസായി പഠിച്ചതിൽ. എന്നാലും ഒരു സന്തോഷമുണ്ട്, നിന്നെ ആരാധിക്കാതെ ധിക്കാരികളായ നിസ്കാരമില്ലാത്തവരെ പോലെയായി പഠിച്ചില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ കാലകാലം നരകത്തിൽ കഴിയണ്ടേ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവിതവും ഇല്ല മരണവും ഇല്ല. ഇപ്പോൾ കുന്തും തുറാബ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞവന് മണ്ണായി പോകുന്നത്രയേ ഉള്ളൂ. അപ്പം നമ്മേക്കാൾ നായ ഏറ്റവും മെച്ചമാവും. നാം അള്ളാഹുവിൻ്റെ ത്വാത്തിനായി ജീവിച്ചാൽ രക്ഷപ്പെട്ടു, നായേക്കാൾ ഉയരും, അല്ലെങ്കിൽ നായേക്കാൾ മോശമായിരിക്കും. നായെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നാണല്ലോ മദ്രസകളിലൊക്കെ പഠിച്ചത്. ശരിയാണ്. ഈ നായെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെങ്കിൽ നായ നനഞ്ഞതായിരിക്കണം. നമ്മുടെ നാട്ടിൻ്റെ ഭാഷയിൽ പറയുന്നത് ചണ്ടി ഉള്ളതായിരിക്കണം നായി, അല്ലെങ്കിൽ നനവുള്ളതായിരിക്കണം നായിൻ്റെ വേർപ്പ്. അതുപോലെ നായുടെ ഉമ്മിന്ന് ഇങ്ങനെ നനവുള്ളത്, നായിൽ നനവ് അല്ലെങ്കിൽ നായി ചവിട്ടപ്പെടുന്ന സ്ഥലങ്ങൾ നനവുണ്ടെങ്കിൽ അത് കഴുകൽ നിർബന്ധമാണ്. ഉണങ്ങിയ നായി അതിന് തൊടലും അത് തൊട്ട ഭാഗം തൊടുന്ന സ്ഥലവും ഉണക്കമുള്ളതായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നായ തൊട്ടാൽ കഴുകേണ്ടതില്ല 7 പ്രാവശ്യം. തൊടൽ നിഷിദ്ധവുമല്ല. എന്നാൽ നജസിൽ പലവിധ നജസ്സുകളുണ്ട്. മാഫ് നൽകപ്പെടുന്ന നജസ്, അഫു നൽകപ്പെടുന്ന നജസ്, അങ്ങനെ പലവിധ നജസ്സുണ്ട്. അതുകൊണ്ട് നായയെ വളരെ മോശമായി പറയരുത്. ഒരു മഹാൻ നായയുടെ 10 ഗുണങ്ങൾ ഒരു മുഅ്മിൻ അത്യാവശ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.